എല്ലാവർക്കും നമസ്കാരം. 1996 മുതൽ 97 മുതൽ സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ണൂർ ജില്ലയിൽ യാത്ര ചെയ്യുകയാണ്. അന്ന് ABVPയുടെ സംസ്ഥാന സമിതി അംഗം, തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ്, ജില്ലാ പ്രമുഖ്, നെടുമങ്ങാട് താലൂക്ക് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ ആദ്യം വരുന്നത്. ഞാനിന്ന് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ഓർക്കുകയായിരുന്നു, അന്ന് ABVP ഒരു എൻട്രൻസിൻ്റെ മോഡൽ എക്സാം നടത്തുമായിരുന്നു, മോഡൽ കുട്ടികൾക്ക് വേണ്ടി. അതിൻ്റെ ചോദ്യപേപ്പറും കൊണ്ട് രാവിലെ 6 മണിക്ക് അവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനിൽ വരികയായിരുന്നു എൻ്റെ ആദ്യത്തെ തിരുവനന്തപുരം ജില്ല വിട്ടുള്ള പരിപാടി. ഓരോ റെയിൽവേ സ്റ്റേഷൻ വരുമ്പോഴേക്കും നമ്മുടെ കയ്യിലിരിക്കുന്ന ABVPയുടെ കൊടി കാണിക്കുമ്പോഴേക്കും അവിടെയുള്ള പ്രവർത്തകർ വന്നിട്ട് ആ കമ്പാർട്ട്മെൻറ്റിൽ നിന്നും ഈ ക്വസ്റ്റ്യൻ വാങ്ങിക്കൊണ്ട് പോകുമായിരുന്നു. അങ്ങനെ അവസാനം കൊണ്ട് ഇറക്കേണ്ടത് കണ്ണൂരാണ്. അന്ന് ABVPയുടെ പ്രവർത്തകർ താമസിക്കുന്നത് സംഘത്തിൻ്റെ കാര്യാലയങ്ങളിലാണ്. ഈ ഭാഗത്തുള്ള കാര്യാലയത്തിൽ അജിത്ത് എന്ന് പേരുള്ള ഒരു മുഴുവൻ സമയ പ്രവർത്തകർ ഉണ്ടായിരുന്നു. അജിത്തിൻ്റെ അടുത്ത് കൊണ്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവിടെ വന്ന് കുളി കഴിഞ്ഞ് തിരിച്ചുള്ള ട്രെയിനിൽ പോയി. ഇതായിരുന്നു ആദ്യത്തെ കണ്ണൂർ സന്ദർശനം. അത് ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ ഓർക്കുകയായിരുന്നു. സത്യത്തിൽ കേരളത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമുക്ക് ഭരണം ലഭിച്ചു. പക്ഷേ ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്നത് അതിൽ ഈ കേരളത്തിലെ മുഴുവൻ നമ്മുടെ പ്രവർത്തകരോടുമാണ്. കാരണം അതിലേറ്റവും പ്രധാനമായിട്ട് മുന്നിൽ നിൽക്കുന്നത് കണ്ണൂരത്തെ പ്രവർത്തകരാണ്. ഞങ്ങൾ തിരുവനന്തപുരത്തൊക്കെ കണ്ണൂരിൽ വന്നിട്ട് പ്രവർത്തിക്കാൻ ചെല്ലുമ്പോഴേക്കും ഞങ്ങൾക്ക് വളരെ വലിയൊരു വ്യത്യാസം തോന്നാറുണ്ട്. കാരണം കണ്ണൂരിൽ വന്നിട്ട് ഗ്രാമങ്ങൾ, അന്നത്തെ കാലഘട്ടത്തിൽ ഞാൻ പറയുന്നത്, ഒരു കൊടി നിർത്താൻ പോലും സ്വാതന്ത്ര്യമില്ലാത്ത സമയത്ത് തിരുവനന്തപുരത്തൊക്കെ തന്നെ ശക്തമായിട്ട് പ്രവർത്തിക്കാനുള്ള സാന്നിധ്യവും സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് നിങ്ങളിവിടെ പോരാടിയത്. ഇപ്പോൾ മൂന്തേട്ടനെയും മാരാർജിയെക്കുറിച്ച് പറഞ്ഞു. ഒരു മുഴുവൻ സമയ പ്രചാരകമായിട്ടൊക്കെ ആർക്കെങ്കിലും ചിന്തിക്കാൻ തോന്നുന്ന കാലഘട്ടത്തിന് മുമ്പ് തന്നെ മൂന്തേട്ടൻ വളരെ ചെറിയ പ്രായത്തിൽ തലയെടുപ്പോടെ കണ്ണൂരിൽ പ്രവർത്തിക്കുകയും പുറത്തു വന്ന് പ്രവർത്തിക്കുകയും ചെയ്തു. അങ്ങനെ ഒരുപാട് പേർ, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, വാടിക്കൽ രാമകൃഷ്ണേട്ടൻ മുതൽ ആരംഭിച്ച ആ ജീവൻ നൽകിയ പ്രസ്ഥാനത്തിൻ്റെ മുഴുവൻ പ്രവർത്തകരുടെയും ഫലമായിട്ടാണ്, അവരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ ജയിച്ച് കൗൺസിലർമാരായത്, മേയർമാരായിട്ടുള്ളത്. ഞാൻ എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞു, ഇപ്പോൾ പലയിടത്തും മേയറിൻ്റെ ഫോട്ടോ വയ്ക്കുന്നു, മേയറുടെ സ്വീകരണം കൊടുക്കുന്നു. ഞങ്ങളെക്കാലൊക്കെ ഇപ്പോൾ അവിടെ ജയിച്ച കൗൺസിലർമാരെക്കാളും എന്നെക്കാളും ഒക്കെ തന്നെ മിടുമിടുക്കന്മാരും മിടുക്കുകളുമായിട്ടുള്ള നിരവധി പ്രവർത്തകർ ഉണ്ട്. പക്ഷേ സാഹചര്യം ഇപ്പോൾ ഇങ്ങനെയൊക്കെ വന്നപ്പോഴാണ് ഞങ്ങളൊക്കെ തന്നെ ജനപ്രതിനിധികളോ ഡെപ്യൂട്ടി മേയറോ ഒക്കെ ആയത്. പക്ഷേ ഞങ്ങളെക്കാലൊക്കെ തന്നെ മിടുക്കന്മാരും മിടുക്കുകളുമായിട്ടുള്ള ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് പ്രവർത്തകർ ഞങ്ങളുടെ പിന്നിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾക്ക് ജയിക്കാൻ സാധിച്ചുള്ളത്. ഇപ്പോഴും തെരഞ്ഞെടുപ്പിൻ്റെ കടം തീരാതെ കടം വീട്ടാൻ നടക്കുന്ന ആരും അറിയാത്ത പ്രവർത്തകർ കേരളത്തിൻ്റെ പല ഭാഗത്തുണ്ട്, തിരുവനന്തപുരത്തുമുണ്ട്. നമ്മളിപ്പോൾ ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കുന്നത്, നമ്മളൊരു പൊതുയോഗം നടത്തുമ്പോൾ ഇപ്പോൾ ഒന്ന് പ്രസംഗിച്ചിട്ടുണ്ടോ, പക്ഷേ ഞാനായിരിക്കാം, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖർജി ആയിരിക്കാം, അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ, MD രമേശിയൊക്കെ. പക്ഷേ അതിൻ്റെ ഏറ്റവും പുറകിൽ, ആ സ്റ്റേജിൻ്റെയും ആ സദസ്സിൻ്റെയൊക്കെ ഏറ്റവും പുറകിൽ പേനയും പേപ്പറും വെച്ച് കണക്ക് കൂട്ടി മൈക്ക് സെറ്റുകാരനോടും സ്റ്റേജ് കെട്ടിയ ആളിനോടും അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ടുവന്ന വാഹനം കൊണ്ടുവന്ന ആളിനോടും തർക്കിക്കുന്ന അല്ലെങ്കിൽ കടം പറയുന്ന ചില പ്രവർത്തകർ കാണും. അവരാരും ശ്രദ്ധിക്കില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ മുമ്പിൽ വരാറില്ല, അവർ ഹാരം ഇട്ട് കൊടുക്കാറില്ല, അവരെ ആരും അറിയാറ് പോലുമില്ല. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാലും നമ്മളൊക്കെ പോയി നേതാക്കന്മാരൊക്കെ വീട്ടിൽ എത്തിയാൽ ഇവരൊക്കെ അവിടെ ചുറ്റിപ്പറ്റിയൊക്കെ ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തകരാണ് നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ശക്തി എന്നുള്ളതാണ്. അത് രാജേഷല്ല മേയർ, വേറെ ആര് മേയർ ആയി കഴിഞ്ഞാലും മേയറാവും. കാരണം ഈ പ്രവർത്തകർ ഇതുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കഴിഞ്ഞ തവണ പൂജപ്പുരയിൽ നിന്ന് കൗൺസിലർ ആയപ്പോഴും അതോടൊപ്പം തന്നെ ഇപ്പോൾ മേയറായപ്പോഴും നമ്മുടെ പ്രവർത്തകരോട് പറഞ്ഞത്, അർഹതയുള്ള പാർട്ടി പ്രവർത്തകരെ അതാത് കാര്യങ്ങൾ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള ഒരു മുന്നേറ്റത്തിന് മാത്രമേ സ്ഥായിയായ നിലനിൽപ്പുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ വിനോദൻ കണ്ണൂർ പാർട്ടി ഓഫീസിലാണ് രാവിലെ വന്നിട്ട് ബാക്കി പ്രാഥമിക കുളിക്കാനൊക്കെ തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നു പറഞ്ഞപ്പോൾ ഞാൻ ഏറ്റവും സന്തോഷത്തോടെ പറഞ്ഞാൽ അത് മതിയെന്നാണ് ഞാൻ പറഞ്ഞത്. തീർച്ചയായിട്ടും അങ്ങനെ നമ്മുടെ പ്രസ്ഥാനത്തെ കൂടെ നിർത്തിക്കൊണ്ട് ജനങ്ങളെ പ്രസ്ഥാനമാക്കി മാറ്റുക, സമൂഹത്തിലേക്ക് അലിഞ്ഞു ചേരുക, ഈ ഒരു നയമാണ് സ്വീകരിക്കേണ്ടത്. തീർച്ചയായും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്, കണ്ണൂരിൽ 2 കോർപ്പറേഷൻ കൗൺസിലർമാർ ഇവിടെ 4 ഇപ്പോൾ 2 പേർ ഇവിടെ ഉണ്ട്, സ്ഥലത്തുണ്ട്. ഞാൻ ചോദിക്കുകയായിരുന്നു ബാക്കിയുള്ള അവസ്ഥ. നിങ്ങൾ തിരുവനന്തപുരം കോർപ്പറേഷൻ കിട്ടി, മേയർക്ക് സ്വീകരണം എന്നത് വളരെ സന്തോഷമുള്ളതാണ്. പക്ഷേ ഇന്ന് നിങ്ങളൊരു തീരുമാനമെടുക്കുക, 2030 കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ BJP ഭരിച്ചിരിക്കുമെന്നുള്ള തീരുമാനം നിങ്ങളെടുത്താൽ യാതൊരു സംശയവും വേണ്ട, ഞങ്ങൾക്ക് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണത്തിലേക്ക് BJP എത്തിക്കാൻ സാധിച്ചത് കഴിഞ്ഞ 5 വർഷം നടത്തിയ വളരെ വലിയ പോരാട്ടമാണ്. ഈ 5 വർഷം ഞങ്ങൾ ഭരണപക്ഷമായിരുന്നില്ല. കഴിഞ്ഞതിന് മേയർ വനിതയായിരുന്നു, പുരുഷനായിരുന്നില്ലെങ്കിലും പാർട്ടി പറഞ്ഞപ്പോൾ ഞാൻ മത്സരിച്ചു. അപ്പം മേയറാകണമെന്നോ ഡെപ്യൂട്ടി മേയറാകണമെന്നോ ഭരണം പിടിക്കണമെന്നൊക്കെ ഉള്ള ആഗ്രഹങ്ങൾ മാത്രമല്ല, ജനാധിപത്യത്തിൽ നമുക്ക് മുന്നേറണമെന്നുള്ള ലക്ഷ്യം വെച്ചുകൊണ്ട് മത്സരിച്ചു. പക്ഷേ ഞങ്ങൾ അടുത്ത് പ്രതിപക്ഷമായിപ്പോയി. പ്രതിപക്ഷത്തിൽ സത്യത്തിൽ ഞങ്ങൾ കഴിഞ്ഞ 5 വർഷം മത്സരിച്ചു. ഭരണപക്ഷത്തേക്കാൾ കൂടുതൽ ജനാധിപത്യത്തിൽ ചെയ്യാൻ പറ്റുന്നത് പ്രതിപക്ഷത്തിനാണ്. കാര്യം പ്രതിപക്ഷം തിരുത്തൽ ശക്തിയാണ്. നിങ്ങൾ ശക്തമായ ഈ 4 കൗൺസിലർമാർ ശക്തമായ പ്രതിപക്ഷമായി 5 വർഷം പ്രവർത്തിക്കണം. തിരുവനന്തപുരത്തുനിന്ന് പ്രതിപക്ഷത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാർ കണ്ണൂരിൽ വരാനും നിങ്ങളോടൊപ്പം ഒരുമിച്ചിരിക്കാനും തയ്യാറാണ്.
ആവശ്യമായ ഘട്ടത്തിൽ തിരുവനന്തപുരത്ത് മേയർ ആണെങ്കിലും തിരുവനന്തപുരം വിട്ട് ചില ഘട്ടങ്ങൾ യാത്ര ചെയ്യേണ്ടി വരുമ്പോഴേക്കും നമുക്ക് ഒരുമിച്ചിരിക്കാം, നമുക്ക് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. 2030 കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണം പിടിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു തീരുമാനം ഇന്ന് ഇവിടെ വച്ച് എല്ലാവരും എടുക്കണം. സംഘടനാപരമായി പിന്നീട് ജില്ലാ പ്രസിഡന്റുമായിട്ട് ആലോചിച്ച് ചർച്ച ചെയ്ത് തീരുമാനം അതെങ്ങനെ നടപ്പിലാക്കാം. ആദ്യത്തെ കൗൺസിൽ യോഗം മുതൽ ശക്തമായ പ്രതിപക്ഷമായിട്ട് നിങ്ങൾ നിൽക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 2030 കണ്ണൂരിൻ്റെ മേയറെ ആദരിക്കാൻ വേണ്ടി എനിക്കിവിടെ വരാനുള്ളൊരു അവസരം നിങ്ങളെ കൂടെ ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും തിരുവനന്തപുരത്ത് വരുമ്പോൾ എല്ലാവരും കോർപ്പറേഷൻ ഓഫീസിൽ വരണം. കോർപ്പറേഷൻ ഓഫീസിൽ വരണം. ഇപ്പോൾ പരമാവധി ഞാനവിടെ ഉണ്ടാവും. ഇല്ല രാത്രി ഒരു 10-11 മണി വരെ, ഇപ്പോൾ ഒരു 2-3 വർഷം ഒരു 11-12 മണി വരെ വർക്ക് ചെയ്താൽ മാത്രമേ തീരുകയുള്ളൂ. വർക്ക് അത്രത്തോളം ഉണ്ട്. 45 വർഷത്തെ സംവിധാനമാണല്ലോ. അപ്പം ഞാൻ ഇരിക്കുന്നത് ഒരു 4 ചുറ്റും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ നിയമിച്ച ഉദ്യോഗസ്ഥരുടെയും ഒക്കെ ഇടയിലാണ്. അവരൊക്കെ പരമാവധി സഹകരിക്കുന്നുണ്ട്. അവരൊക്കെ തന്നെ വളരെ പോസിറ്റീവായിട്ടാണ് ഇന്ന് വരെയും സഹകരിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളിലും അവർക്ക് പറ്റുന്ന കാര്യങ്ങൾ ഇടപെടുന്നുണ്ട്. അവരുടെ സംഘടനാ പ്രവർത്തനത്തെ നമ്മൾ ബഹുമാനിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും തിരുവനന്തപുരത്ത് വരുമ്പോഴേക്കും കോർപ്പറേഷൻ ഓഫീസിൽ വരണം, കാണണം. ഞാനില്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ ആരെങ്കിലും അവിടെ ഉണ്ടാവും. എല്ലാവരും കണ്ടിട്ട് പോകണം. നമുക്ക് അങ്ങനെ വലിയൊരു മുന്നേറ്റത്തിന് പിന്നെ ഇത് ഒരു മേയറുടെയോ അവിടെ ജയിച്ച 50 കൗൺസിലർമാരുടെയോ ശേഷിയല്ല, അവരൊരു ഘട്ടത്തിൽ വന്നതേ ഉള്ളൂ. ഈ നിൽക്കുന്ന പ്രത്യേകിച്ചും കണ്ണൂർ ജില്ലയിൽ ജീവൻ ബലിയർപ്പിച്ച് പ്രവർത്തിച്ചവരുടെയൊക്കെ തന്നെ ജീവൻ്റെ വിലയാണ് എന്ന് പറയുന്നു. ഞാൻ ഇവിടെ വച്ചിട്ട് 1-2 പേരാണ് ആദ്യ കാലഘട്ടത്തിൽ തന്നെ. ഇപ്പോൾ സന്തോഷമായിട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, സന്തോഷമായിട്ട് അവിടെ നിൽക്കുകയാണ്. ഞാൻ ആദ്യം കണ്ണൂരിൽ വരുമ്പോഴേക്കും എനിക്ക് ആകെ അന്ന് പരിചയമുള്ളൊരു നേതാക്കന്മാരെ ഇന്നും അതുപോലെ കാണാനും വ്യത്യാസമില്ല, പ്രവർത്തനത്തിലും വ്യത്യാസമില്ല പോകുന്ന ഒരാൾ OKS-ആണ് ABP-യിൽ. പിന്നെ രഞ്ജിയേട്ടൻ ഉൾപ്പെടെയുള്ളവരാണ് ആദ്യ കാലഘട്ടങ്ങളിൽ ഞങ്ങളൊക്കെ തന്നെ പരിചയപ്പെടുന്നത്. തീർച്ചയായിട്ടും എല്ലാവിധ പിന്തുണയും നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് എല്ലാവരും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.